ഫോട്ടോഷോപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനാണ് പ്രിൻ്റ് കമാൻഡും മറ്റും ഉപയോഗിക്കുന്നത്. ഒരു ചിത്രത്തെ എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്തൊക്കെ കൺട്രോൾസ് ആണ് അതിൽ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാം. പ്രിൻ്റ് ചെയ്യുന്നതിന് ഫയൽ മെനുവിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന പ്രിൻ്റ് കമാൻഡ് കൊടുക്കുക. കീബോർഡിൽ പ്രിൻ്റ് കമാൻഡ് ലഭിക്കുന്നതിന് തീർച്ചയായിട്ടും Ctrl+P എന്ന കമാൻഡ് ബട്ടൺ കീ കോമ്പിനേഷൻ പ്രസ് ചെയ്താൽ മതി. പ്രിൻ്റ് എന്നുള്ളതിൻ്റെ Ctrl+P ആണ് ഇതിന് പ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ കൂടുതലായിട്ടും കീബോർഡ് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഓരോ കമാൻഡ് പറയുമ്പോഴും ഓരോ ആക്ഷൻ പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീബോർഡ് കമാൻഡ് കൂടി പറയുന്നത്. കാരണം വർക്ക് സ്പീഡ് ചെയ്യുന്നതിന്, അതായത് മൗസ് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് കീ കമാൻഡ്സ് പഠിക്കുന്നത് വളരെ നന്നാവും. ഫോട്ടോഷോപ്പിൻ്റെ കീ കമാൻഡ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഈ CD-യിൽ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി കാണുക, ധാരാളമായിട്ട് പഠിക്കുക. ഓരോ കമാൻഡ്സിനും ഇതിനായിട്ട് കീ കമാൻഡ് കൂടി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഒന്നോ രണ്ടോ തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ തവണ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനപ്പാടാവുകയും അതുപോലെ തന്നെ അത് വളരെ രസകരമാവുകയും നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രവർത്തനം മാജിക്കലി സ്പീഡാവുകയും ചെയ്യും. അതുകൊണ്ട് ഫോട്ടോഷോപ്പിൽ മാത്രമല്ല മറ്റ് സോഫ്റ്റ്വെയറുകളിലും പരമാവധി കീബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു 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 കമ്പ്യൂട്ടർ ഉപയോഗ സംസ്കാരം തന്നെ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൺസേൺ പ്രിൻ്റ് എടുക്കുന്നതിനാണ്. പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള വിധം ഇതിവിടെ കാണാൻ പറ്റും. Ctrl+P പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ കീബോർഡിൽ ആൾട്ട് അമർത്തി വിട്ടതിന് ശേഷം F+P എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും മതി. ശ്രദ്ധിച്ചു നോക്കാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടപ്പോൾ പ്രിന്റിൻ്റെ ഡയലോഗ് ബോക്സ് വന്നു. പ്രിന്റ് ചെയ്യേണ്ടതിൻ്റെ ഡയലോഗ് ബോക്സ്. ഇവിടെ പ്രിന്റർ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഏത് പ്രിന്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് പ്രിന്ററിലേക്കാണ് ഈ പ്രിന്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ചില കമ്പ്യൂട്ടറുകളിൽ ഒരു പ്രിന്റർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രിന്ററുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് മുഖാന്തരം ഉപയോഗിച്ചിരിക്കുന്ന നെറ്റിലൂടെ ഉപയോഗിക്കുന്ന പ്രിന്ററും ആവാം. അപ്പോൾ ഏത് പ്രിന്ററിലേക്കാണ് പ്രിന്റ് അയക്കേണ്ടത് എന്നുള്ളതിന് ഈ പ്രിന്റർ എന്ന കൺട്രോളിൽ നിന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രിന്ററുകളുടെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു പ്രിന്ററും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം മറ്റ് സോഫ്റ്റ്വെയറുകളുടെ സംഗതികളാണ് ഈ കാണുന്നത്. എൻ്റെ കമ്പ്യൂട്ടറിൽ പ്രിന്ററുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രിന്റർ കാണാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് കോപ്പീസ് എന്നുള്ളിടത്ത് ഈ പ്രിന്റിൻ്റെ എത്ര കോപ്പി വേണം എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നോർമലി അത് ഒരു കോപ്പി ആയിരിക്കാം. താല്പര്യമാണെങ്കിൽ കൂടുതൽ കോപ്പികൾ ഇവിടെ കൊടുക്കാം. ആദ്യം ഒരു കോപ്പി പ്രിന്റ് എടുത്തതിന് ശേഷം കൂടുതൽ കോപ്പി കൊടുക്കുന്നതാണ് എപ്പോഴും ബുദ്ധിപരമായിരിക്കുന്ന സമീപനം. കാരണം കൂടുതൽ കോപ്പി കൊടുത്തതിന് ശേഷം അതെല്ലാം നമുക്ക് സ്വീകാര്യമായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കളർ പ്രിന്റർ എല്ലാം വളരെ കോസ്റ്റ്ലി ആയിരിക്കുന്ന അവസ്ഥയിൽ ആദ്യം സ്വീകാര്യമായ രീതിയിൽ ഒരെണ്ണം അതിനുശേഷം ബാക്കി പ്രിന്റ് ഔട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കോപ്പി എന്നുള്ളത് ഒന്നായിട്ട് തന്നെ സ്വീകരിക്കാം. ഇവിടെ കാണുന്ന പ്രിന്റ് സെറ്റിംഗ്സിലൂടെ പ്രിന്റിങ്ങിന് ആവശ്യമായ മറ്റ് സെറ്റിംഗുകൾ സ്വീകരിക്കാം. അതെന്താണെന്ന് വഴിയെ പറയുന്നുണ്ട്. ഇതിന് തൊട്ട് കാണുന്ന രണ്ട് ബട്ടണുകളിൽ ഒന്ന്, ഇതിനെ രണ്ട് ബട്ടണുകളെയും പ്രിന്റ് ഓറിയന്റേഷൻ അഥവാ പേജ് ഓറിയന്റേഷൻ എന്നാണ് പറയുന്നത്. ഓറിയന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ലെവലിലാണ് പ്രിന്റ് വരേണ്ടത് എന്നുള്ളതാണ്. രണ്ട് ലെവലുകളാണ് ഓറിയന്റേഷനുള്ളത്. ഒന്ന് പോർട്രേറ്റ് ഓറിയന്റേഷനും രണ്ട് ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനും. സാധാരണ ഇപ്പോൾ ഈ ഫോട്ടോ കാണുന്നത് പോർട്രേറ്റ് ഓറിയന്റേഷനിലാണ്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഛായാചിത്രം എന്നാണ്. ഒരാളുടെ ഫോട്ടോ സാധാരണഗതിയിൽ പ്രിന്റ് ചെയ്യുന്നത് പോർട്രേറ്റ് ഓറിയന്റേഷനിലാണ് ചെയ്യാറ്. ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ നിൽക്കുന്നത് പോർട്രേറ്റ് ആണ്. അതായത് നീളം ഇങ്ങനെയും വീതി ഇങ്ങനെയും വരുന്നതിനാണ് സാമാന്യമായിട്ട് നമുക്ക് പോർട്രേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത്തരം സന്ദർഭത്തിൽ പേജിൻ്റെ സൈസ്
നീളം കൂടുതൽ, വീതി കൂടുതലായിട്ടും ഉയരം കുറഞ്ഞും കാണുന്ന രീതിക്കാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ പ്രകൃതി ദൃശ്യം എന്നും മറ്റുമാണ്. അപ്പോൾ ചില പ്രകൃതി ദൃശ്യങ്ങളെല്ലാം കാണുന്നത് ലാൻഡ്സ്കേപ്പിലായിരിക്കും, എന്നാൽ ആളുകളുടെയും മറ്റു ഛായാചിത്രങ്ങൾ കാണുന്നതോ പോർട്രേറ്റിലായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ നിന്നുകൊണ്ട് തന്നെ ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത കൺട്രോള് പ്രിന്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടണാണ്. ഈ ബട്ടൺ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ബട്ടണിന്റെ പ്രിന്റ് സെറ്റിംഗ്സ് എന്നുള്ളത് കഴിഞ്ഞിട്ട് 3 ഡോട്ടുകൾ കാണുന്നുണ്ട്. ഈ 3 ഡോട്ടുകളെ എലിപ്സിസ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ഡയലോഗ് ബോക്സ് കൂടി പ്രത്യക്ഷപ്പെടും എന്നർത്ഥം. ഇത് ഫോട്ടോഷോപ്പിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ സോഫ്റ്റ്വെയറുകളിലും ഇത് ഒരു കൺവെൻഷനാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു സംഗതിയാണ് ഈ 3 ഡോട്ട്. തുടർച്ചയായി വരുന്ന ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട് എന്നാണ് ഈ 3 ഡോട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് പുതിയൊരു ഡയലോഗ് ബോക്സ് പറഞ്ഞ പോലെ ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഈ അഡ്വാൻസ് എന്ന് പറഞ്ഞ ബട്ടണിനും 3 ഡോട്ട് ഉണ്ട്, എലിപ്സിസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തുടർച്ചയായിട്ട് വീണ്ടും മറ്റൊരു ഡയലോഗ് ബോക്സ് വരുമെന്നർത്ഥം. അതവിടെ നിൽക്കട്ടെ. നമുക്കിവിടെ ശ്രദ്ധിക്കാം. നിങ്ങൾ കൊടുക്കുന്ന പ്രിന്റ് അയക്കുന്ന ഒരു പ്രിന്ററിന് ചിലപ്പോൾ പേപ്പർ സൂക്ഷിക്കാനായിട്ട് വിവിധ ട്രേകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് വലിയ പ്രിന്ററുകളിലും മറ്റുമാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പ്രിന്ററിൽ ഒരു ട്രേ മാത്രമാണ് ഉണ്ടാവുക. ട്രേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ തരത്തിലുള്ള പേപ്പറുകൾ സൂക്ഷിക്കുന്ന ഇടത്തിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാട്രിഡ്ജ് ഒരു കേസിനാണ് നമ്മൾ ട്രേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോട്ടോ കോപ്പിയറിനും മറ്റും ഒന്നിൽ കൂടുതൽ ട്രേസ് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം. A4, A3 അതുപോലുള്ള പേപ്പർ സൈസുകൾ വ്യത്യസ്ത രീതിയിൽ ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും മറ്റും സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന എന്താ പറയുക, ഓരോ കേസുകളാണ് അല്ലെങ്കിൽ ഒരു അറകളാണ് ഈ ട്രേ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിന്ററുകളിൽ ഒരു ട്രേ തന്നെയാണ് മിക്കവാറും കാണുക. അപ്പോൾ അത്തരം പ്രിന്ററുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ പ്രിന്ററുകളിലെ ഏത് ട്രേയിലേക്കാണ് പ്രിന്റ് പോകേണ്ടത്, ഏത് ട്രേയിലെ പേപ്പറാണ് പ്രിന്റിന് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് സ്വീകരിക്കുന്നതിനാണ് നമ്മളുടെ ട്രേ സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, പേപ്പർ സോഴ്സ്. ഇത് നമ്മൾ കൊടുക്കുന്ന പ്രിന്റ് സൈസ് അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പേപ്പർ മാനുവൽ ഫീഡ് എന്നുള്ള ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് പ്രിന്ററിൽ ട്രേകൾ ഉപയോഗപ്പെടുത്താതെ, ട്രേകളെ ഓവർറൈഡ് ചെയ്തുകൊണ്ട്, ട്രേകളെ മറികടന്നുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേജ്, ഒരു മാനുവൽ ഫീഡ് ഒരു ട്രേ ഉണ്ടായിരിക്കും, അതിലൂടെ ഉപയോഗപ്പെടുത്തി പ്രിന്റ് എടുക്കുന്നതിന് സാധ്യപ്പെടുത്തുന്നതിനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതായിട്ട് ഈ കാണുന്ന ഓപ്ഷനിലൂടെ നമുക്ക് പ്രിന്റ് വരേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണോ കളറിലാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ കളറാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇത്രയും മതി, ധാരാളമായിട്ട്. ഒരു സാമാന്യ പ്രിന്റിങ്ങിന് ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി മറ്റു കാര്യങ്ങളിലെല്ലാം ലേഔട്ടെല്ലാം നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഓക്കെ കൊടുക്കുക. ഇനി സെൻറ്റർ ഇമേജ്. സെൻറ്റർ ഇമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്ന പേപ്പറിൻ്റെ നടുവിലായിട്ട് വേണം ഇമേജ് വരാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രിന്ററിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇമേജിനെ ഇങ്ങനെ ചെറുതാക്കാനും ഈ കാണുന്ന ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടോ, ആവശ്യമായ രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നുകൊണ്ട് ഇത് ഫിറ്റ് സെൻറ്റർ ഇമേജ് എന്നുള്ളത് കാണണം. കാരണം പേജിൻ്റെ ചുറ്റുഭാഗത്തും നമുക്ക് മാർജിൻ ലഭിക്കുന്ന പോലെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചിത്രത്തിന് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചുകൊണ്ടും പ്രിന്റുകൾ സ്വീകരിക്കാം. ഇവിടെ നോർമലി ബൈ ഡിഫോൾട്ട് ഇത് സെൻറ്റർ പേജ് എന്നുള്ളത് എന്താ പറയുക സെലക്റ്റഡ് ആയിട്ടാണ് കാണുക. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഈ സെൻറ്റർ ഇമേജ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഈ രണ്ട് എന്താ പറയുക കൺട്രോളുകളും ഓൺ ചെയ്യുകയും നമുക്ക് ടോപ്പിൽ എത്ര ലെവലിൽ നിൽക്കണം, ലെഫ്റ്റിൽ എത്ര ലെവലിൽ നിൽക്കണം എന്നുള്ളത് ഇവിടെ ഒരളവുണ്ടെങ്കിൽ ആ അളവ് സ്വീകരിച്ചുകൊണ്ടും പ്രിന്റ് സ്വീകരിക്കാം. ഇനി സ്കെയില് ടു ഫിറ്റ് മീഡിയ എന്നുള്ളതാണ്. സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്
ആനുപാതികമായിട്ട് ചെറുതാക്കുന്നതിനും വലുതാക്കുന്നതിനാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്കെയിലിംഗിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇത് ചെറുതാക്കുമ്പോഴും വലുതാക്കുമ്പോഴും അതിൻ്റെ ഒരു അനുപാതം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. എന്നാൽ ഇവിടെ ഈ കാണുന്ന ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, സ്കെയില് ഫിറ്റ് മീഡിയ എന്നുള്ളത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആവശ്യാനുസരണം ഇതിനെ സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സ്കെയിലിംഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിൽ ആവശ്യമായ പെർസെൻറ്റേജ് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 95% 100%, 50% അങ്ങനെയുള്ള രീതികളിലേക്ക് ഒരു പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ട്, അതിൻ്റെ ശതമാനം കൊടുത്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ആ സ്കെയിലിങ്ങിന് സംഭവിക്കുന്ന ഹൈറ്റും വിഡ്ത്തുമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇനി നമ്മൾ സ്കെയിലിംഗ് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ സൈസിലേക്ക് അത് സ്കെയിൽ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് നമ്മൾ കൊടുക്കുന്ന പേപ്പറിനനുസരിച്ചിട്ട് ആവശ്യമായ അനുപാതത്തിൽ വലുതാക്കണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ടു ഫിറ്റ് മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതിനെ ചെക്ക് ചെയ്യാം. ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പേപ്പറാണ്. അതേസമയം ചിത്രത്തിൻ്റെ സ്കെയിലിംഗ്, അതായത് എന്താ പറയുക, അതിൻ്റെ പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മുഴുവൻ പേപ്പറിൻ്റെ വലുപ്പവും ചിത്രത്തിൻ്റെ പ്രിന്റിങ്ങിനായി ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഈ ഓപ്ഷൻ നമ്മൾ സ്വീകരിക്കുന്നത്. ഇനി ഇവിടെ താഴെ കാണുന്നത് പ്രിന്റ് റെസൊല്യൂഷൻ 66 ppi. റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിന്റിങ്ങിൻ്റെ വ്യക്തതയാണ്. ppi എന്ന് പറഞ്ഞാൽ ഡോട്ട് പെർ ഇഞ്ചാണ് റെസൊല്യൂഷനായിട്ട് കാണുന്നത്. ഇതുപോലെ സ്കെയിൽ ടു ഫിറ്റ് മീഡിയ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന ഇതിനാണ് ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനത് സ്കെയിൽ ചെയ്യാനുള്ള സംവിധാനം നഷ്ടപ്പെടുകയും ബൗണ്ടിങ് ബോക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി യൂണിറ്റ്, നമ്മൾ ഇതിൽ ഉപയോഗപ്പെടുത്തുന്ന ഈ അളവുകളിൽ ഉപയോഗപ്പെടുത്തുന്ന യൂണിറ്റ് സെൻറ്റിമീറ്ററാണ്. അത് നമുക്ക് ഇഞ്ചായിട്ടോ മില്ലിമീറ്ററായിട്ടോ പോയിൻ്റായിട്ടോ പിക്കാസായിട്ടോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ. ഇതുപോലെ ഇഞ്ച് 2.54 സെൻറ്റിമീറ്ററാണ് 1 ഇഞ്ച്. പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1/72 ഇഞ്ചാണ് ഒരു പോയിന്റ്. അതായത് ഒരു ഇഞ്ചിൻ്റെ 72 ഒരു ഭാഗമാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിക്കാസ് എന്ന് പറഞ്ഞാൽ 1/16 ഇഞ്ച്, ഒരു ഇഞ്ചിൻ്റെ 16 ഭാഗത്താണ് പിക്കാസ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് പരിചയമുള്ളത് ഒന്നുകിൽ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ഇഞ്ച്, അല്ലെങ്കിൽ മില്ലിമീറ്റർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രിന്റിനെ നിയന്ത്രിക്കാവുന്നതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമായ ലെവലിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡൺ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പ്രിന്റ് എന്ന് കൊടുക്കാം. ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റ് സെറ്റിംഗ്സ് സ്വീകരിച്ചു എന്നാണ് അർത്ഥം. പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്ററിലേക്ക് പ്രിന്റ് പോകുമെന്നർത്ഥം. പ്രിന്റ് സെറ്റിംഗ്സ് സ്വീകരിച്ച് തന്നെയാണ് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത തവണ പ്രിന്റ് ചെയ്യുമ്പോഴും ഈ സെറ്റിംഗ്സ് തന്നെ നമുക്ക് ലഭിക്കും. പ്രിന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്ററിലേക്ക് പ്രിന്റ് പോകും. ഇനി നമുക്ക് ഒരു കോപ്പിയാണ് പ്രിന്റ് ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കാണുന്ന പ്രിന്റ് 1 കോപ്പി എന്ന് ഉള്ളത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഈ പ്രിന്റ് 1 കോപ്പി സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുണ്ടാവില്ല, ഡയലോഗ് ബോക്സ് ഇല്ലാതെ തന്നെ നേരിട്ട് പ്രിന്റ് പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഫയൽ മെനുവിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിന്റ് എന്നുള്ളതിന് 3 കുത്തും, പ്രിന്റ് 1 കോപ്പി എന്നുള്ളതിന് കുത്തുമില്ല. പ്രിന്റ് എന്നുള്ളതിനൊപ്പം ഭാഗമായിട്ട് ഒരു ഡയലോഗ് ബോക്സ് വരുമെന്നും ഇതിന് അങ്ങനെ ഡയലോഗ് ബോക്സ് ഇല്ല എന്നുമാണ് നമ്മുടെ പഠനം. കൂടുതൽ പഠിക്കുന്നതിനായിട്ട് വീണ്ടും ഇത് കേൾക്കുക, മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്.